കേരളത്തിൽ ഇപ്പോൾ വികസനത്തിന്റെ പെരുമഴക്കാലമാണ്. എവിടെ നോക്കിയാലും വികസനം വികസനം എന്ന് കേൾക്കാം. പക്ഷേ ആ വികസനത്തെക്കുറിച്ച് ചോദിക്കാൻ ഒരുത്തൻ എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കും? അത് അറിയണമെങ്കിൽ കോന്നി വരെ ഒന്ന് പോകണം. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസ്റ്റർ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ചോദ്യം ചോദിച്ചവനെ നേരെ വീട്ടിലേക്ക് അയച്ചുകൊണ്ട്. അതെ, ചോദിച്ചയാൾക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു: കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. വീട്ടിൽ പോയി ചോദിക്കേ. നോക്കണേ, എന്തൊരു കരുതലാണിത്! ഇത്രയും വലിയ ഭരണാധികാരി തന്റെ പ്രസംഗം കേൾക്കാൻ വന്നവന്റെ വീട്ടുകാര്യങ്ങൾ വരെ അന്വേഷിക്കുന്നു. അവിടെ പോയി ചോദിക്കേ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ചോദ്യം ചോദിച്ചവന്റെ വീട്ടിൽ ചെന്ന് കുശലം പറയാൻ ആയിരിക്കുമോ, അതോ ഇവിടെയല്ലടോ ഈ വക ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു പ്രത്യേകതരം വികസന പാഠം ആയിരിക്കുമോ? എന്തായാലും ചോദിച്ചയാൾക്ക് കിട്ടിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് ഇടുക്കി ജില്ലയിലെത്തും. രാവിലെ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഇടുക്കി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ 11 മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്തു. ദേവികുളം മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടിമാലിയിലും, ഉടുമ്പൻചോലയുടെ കൺവെൻഷൻ വൈകിട്ട് 4 മണിക്ക് നെടുകണ്ടത്തും, പീരുമേട് മണ്ഡലത്തിന്റെ കൺവെൻഷൻ 6 മണിക്ക് വണ്ടിപ്പെരിയാറിലും നടക്കും. ഇതിനിടയിൽ ഇനി ഇടുക്കിയിലെ പരിപാടിയിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ, അതോ എല്ലാവരും പരിപാടി ബഹിഷ്കരിക്കുമോ? എന്നാൽ കേരളം വികസനത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് എന്ന് മാത്രം. എന്തായാലും കോന്നിയിലെ ഈ സംഭവത്തിന് ശേഷം ഒരു കാര്യം ഉറപ്പായി: ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു പേപ്പറിൽ എഴുതി വീട്ടിൽ വെച്ചിട്ട് പോകുക. പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മൈക്കിൽ ചോദിക്കാൻ നിൽക്കരുത്. കാരണം ചില മറുപടികൾ ചിലപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ മാത്രമായിരിക്കും മനസ്സിലാവുക. ഇത്രയുമാണ് ഇന്നത്തെ വികസന വിശേഷങ്ങൾ.